നമുക്ക് പറയാം. നമുക്ക് ഇഷ്ടമുള്ള എല്ലാ എലമെൻസും നല്ല പാട്ടുകൾ, നല്ല ഡയറക്ഷൻ, നല്ല ഫോട്ടോഗ്രാഫി, നല്ല എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അർജുനും ഗോകുലൊന്നും പറയേണ്ട, എല്ലാവരും അവരുടെ പാട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ഒരുപാട് സന്തോഷമാണ്. ഓവർ ദ മൂൺ. സിനിമ ഇതുപോലെ ഹൗസ്ഫുള്ളായിട്ട് ഓടുക എന്ന് പറയുന്നത് ഭയങ്കര സക്സസ് ആണ്. ഇപ്പോഴത്തെ കാലത്ത് ഒരു സിനിമ ഒരു ക്രൗഡ് വന്ന് ഇഷ്ടപ്പെട്ട് നല്ല അഭിപ്രായം പറയുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. അപ്പം ആ കാര്യത്തിൽ സുമതിയോട് നല്ല അഭിപ്രായം നേടി പോകുന്നല്ലേ. ഫാമിലി ഓഡിയൻസ് ഒക്കെ തിരിഞ്ഞിരിക്കുക ഒരുപാട് ഫാമിലി ഓഡിയൻസ് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതിനെ പറ്റി എന്താ ഫീൽ ചെയ്യുന്നത്? ഇപ്പം ഫാമിലിക്ക് ഇഷ്ടമായിട്ടായിരിക്കും. അല്ല, ഫാമിലിക്കാണ് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത്. അതായത് ഏറ്റവും കൂടുതൽ നല്ല കമൻസ് പറയുന്നത് കുടുംബിനികളാണ്. അതായത് വീട്ടമ്മമാരാണ് ഭയങ്കര സന്തോഷമായിട്ട് പറയുന്നതും നമ്മുടെ ഓരോരുത്തർ ചെയ്ത ക്യാരക്ടറിനെ കുറിച്ചെല്ലാം നല്ല അഭിപ്രായം പറയുന്നത്. സിനിമ ഭയങ്കര എൻഗേജിങ് ആണ്. ഐ മീൻ ആർക്കും ലാഗ് അടിപ്പിക്കലോ. പിന്നെ നമുക്ക് 100% ഒരിക്കലും ഒരു പ്രൊഡക്റ്റ് ഹാപ്പിയാക്കാൻ പറ്റില്ല ഒരാളെ. ഒരു പ്രൊഡക്റ്റ് സിനിമയും അതുപോലെയാണ്. ഹെവി ഹിറ്റായ സിനിമകൾ പോലും ഇഷ്ടപ്പെടാത്ത ആൾക്കാർ എത്രയോ പേരുണ്ട്. അപ്പം പലർക്കും പല അഭിപ്രായങ്ങളാണ്. പക്ഷേ സുമതി വളരെ ഓവറോൾ നല്ല അഭിപ്രായം കരുതുന്നു. അതുകൊണ്ടാണല്ലോ ഈ ക്രൗഡ് ഇത്രയും തിയേറ്ററിൽ വരുന്നത്. പടം മോശമായതുകൊണ്ട് ഒരിക്കലും ഈ നെഗറ്റീവ് റിവ്യൂസും ഒക്കെ വന്നിട്ട് പോലും ഇതുപോലെ ആൾക്കാർ തിയേറ്ററിൽ വരിക എന്ന് പറയുന്നത് ഭയങ്കര അത്ഭുതമാണ്. അതായത് അപ്പം സിനിമ നല്ലതാണ്. അപ്പോൾ കാണികൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ തിയേറ്ററിൽ വരുന്നത്. അപ്പോൾ ആൾക്കാർ ഫ്രണ്ട്സിനോട് പറയുന്നു, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കേട്ടാണ് എല്ലാവരും സിനിമയ്ക്ക് വരുന്നത്. ഇനി കാണാൻ വരുന്ന പ്രേക്ഷകരോടൊക്കെ എന്താ പറയാനുള്ളത്? ഇനിയും കാണാനിരിക്കുന്ന പ്രേക്ഷകരോട് വന്ന് തിയേറ്ററിൽ തന്നെ ഈ പടം വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. കാരണം ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് പടമാണ്. അതിൻ്റെ സൗണ്ട് എഫക്ട്സും അതിൻ്റെ CG ഗ്രാഫിക്സും കാര്യങ്ങളും എല്ലാം ആ ഒരു പാറ്റേണിൽ എല്ലാവർക്കും ഒരു എൻ്റർടൈൻ ചെയ്യുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം അത് ഉറപ്പായിട്ടും തിയേറ്ററിൽ വന്ന് കണ്ട് ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സിനിമയെ വിജയിപ്പിക്കുക. ഒരു കാര്യം, ഒരു പ്രൊഡക്റ്റും നമുക്ക് 100% ഒരാളെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പം പല അഭിപ്രായങ്ങളുള്ള ആൾക്കാർ സിനിമയെ പല രീതിയിൽ കാണുന്ന ആൾക്കാരുണ്ട്. അപ്പം അവർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ പറഞ്ഞാൽ മതി. അത് എഴുതി നാട്ടുകാരെ മുഴുവൻ അറിയിച്ച് സിനിമയെ നശിപ്പിക്കണമെന്നില്ല എന്നേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം നമുക്കൊന്നും തടയാൻ പറ്റില്ല. ഇതെല്ലാവരെയും എല്ലാ രീതിയിലും ബാധിക്കും. ഈ എഴുതുന്നവർക്കൊക്കെ ഒരു സമയം വരും ഇങ്ങനെ തിരിച്ചടികൾ വരുന്നു, അന്നേരം ചിന്തിക്കും. പിന്നെ വേറെ കാര്യമുണ്ട്, ഈ എഴുതുന്നവർക്ക് അതൊരു വരുമാനമാണെങ്കിൽ നമുക്കത് ഒരിക്കലും തടയാൻ പറ്റില്ല. ഇത്രയും ക്രിട്ടിക്ക് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു ഈ പടത്തിന്. ഒരുപാട് ക്രിട്ടിക്സ് വരുന്നുണ്ട്. അപ്പൊ ഇത്രയും ചെയ്യേണ്ട കാര്യം തോന്നുന്നുണ്ടോ? ചെയ്യുന്നവർക്ക് അറിയാമല്ലോ എന്തിനാണ് ചെയ്യുന്നത്, എനിക്ക് ഉദ്ദേശിക്കുന്നത്. ഇഷ്ടപ്പെട്ടു അതാ ഇതിനെ ലീഗാഡിയാൻ ശ്രമിച്ചതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ട് ഫാമിലി ഓഡിയൻസ് കിട്ടും. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. 4 ദിവസത്തെ കളക്ഷൻ, ജെനുവിൻ കളക്ഷൻ, അടക്കം അറിയാവുന്ന ജെനുവിൻ കളക്ഷനാണ് ഞങ്ങൾ പുറത്തു വിട്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇനിയും കൂടുതലെന്നാണ് പ്രതീക്ഷ. ഉറപ്പായിട്ടും കേരളത്തിലെ അല്ലെങ്കിൽ മലയാളീസ് നല്ല സിനിമയ്ക്കൊപ്പം നിൽക്കാറുണ്ട്. നമ്മളൊപ്പം ഫേസ്ബുക്കിലൊക്കെ വരുന്ന ഒരുപാട് കമൻസാണ് ഏറ്റവും കൂടുതൽ കാണുന്നതാണ്. അതായത് ഇങ്ങനത്തെ സിനിമ ചെയ്ത് എത്ര നാൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ ഉറപ്പിച്ചു അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ ഈ സിനിമ കാണാൻ ഫാമിലിയുടെ ഉള്ളത്തോളം കാലം ഞാൻ ചെയ്യുന്ന സിനിമ ഇത് തന്നെ ഇങ്ങനത്തെ കഥകൾ തന്നെ ഞാൻ ചെയ്യുന്നത്. എനിക്ക് പറയാനുള്ളത്, പിന്നെ ഈ റിവ്യൂ പറയുന്ന ചെറുക്കന്മാർ അവരുടെ യൂട്യൂബ് ചാനലിൽ ഈ കണ്ടന്റ് കാശുണ്ടാക്കുകയാണ്. ആ കാശ് പ്രൊഡ്യൂസർ കഷ്ടപ്പെട്ട് സിനിമയ്ക്ക് വേണ്ടി ഇറക്കിയ കാശ് വെച്ചിട്ടാണ് അവർ കാശുണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ പുണ്യം പ്രൊഡ്യൂസർക്ക് കിട്ടും. ആ റിവ്യൂവേഴ്സിൻ്റെ കുടുംബത്തിന് കിട്ടുന്ന കാശ് അവരുടെ കുടുംബം പച്ചരി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളെപ്പോലെ കുറേ പേര് എടുത്ത എഫോർട്ട് വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവരോട് നന്ദി പറയുകയാണ്. ഞങ്ങളുടെ കുടുംബം നന്നായി തന്നെ ജീവിക്കട്ടെ.